ദുനിയാവിലുള്ളതും ആഖിറത്തിലുള്ളതുമാകുന്ന പരിപൂർണമായ ടെൻഷനുകൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ അല്ലാഹു മാറ്റിത്തരാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് വിഷമങ്ങൾ നമുക്ക് അലട്ടുന്ന പ്രോബ്ലംസ് ഉണ്ട്. ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, മേഖലകളിൽ ജോലി ചെയ്യുന്ന, ബന്ധപ്പെടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ടെൻഷനുകളാണ്. ദുനിയാവിലെ ടെൻഷൻസ് ഉണ്ട്. നാളെ ആഖിറത്തിൽ ഖബറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താകുമെന്നുള്ള കാര്യം ആലോചിച്ചുള്ള വിഷമങ്ങളുണ്ട്. മഹ്ശറ വൻസഭയിൽ ചെന്നിട്ടുള്ള വിഷമങ്ങളുണ്ട്. സിറാത്തിൻ്റെ ഭാഗത്തുള്ള ടെൻഷനുകളുണ്ട്. ദുനിയാവിലെ അത് മാത്രമല്ല, ആഖിറത്തിലതും രണ്ട് ജീവിതത്തിലും നമുക്ക് ഹൈറാണ്. അള്ളാഹു ആ ടെൻഷനുകൾ മാറ്റിത്തരുന്ന അള്ളാഹു മതിയായവരാണ് എന്ന് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്ന ഹദീസ് ഇമാം അബൂദാവൂദിൻ്റെ സുനനിൽ നമുക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ദിക്ർ കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ദിക്റിൻ്റെ ഗുണമെന്ന് പറയുന്നത് ടെൻഷനുകൾ മാറുന്നതോടൊപ്പം തന്നെ, നേരത്തെ നമ്മൾ ടെൻഷനുകൾ മാത്രത്തിൻ്റെയാണ് പറഞ്ഞത്, ടെൻഷനുകൾ മാത്രം മാറുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ ടെൻഷൻ മാറുന്നതോടൊപ്പം തന്നെ വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗങ്ങൾ, ഇങ്ങനെ അടങ്ങുന്ന രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ശിഫ തരുന്നതാണ് എന്നാണ്. രോഗശമനങ്ങൾ, നമുക്ക് ശരീരത്തിന് പല വിധത്തിലുള്ള രോഗങ്ങളുണ്ടാകും. ആ രോഗങ്ങളൊക്കെയും അല്ലാഹു തആല എന്ത് ചെയ്യും? ശാരീരിക മാനസിക വിഷമങ്ങൾ പരിപൂർണമായി മാറ്റിത്തരാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട മറ്റൊരു ദിക്ർ കൂടി ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് ദിക്റുകളാണ് എല്ലാവർക്കും, മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാകുന്ന രണ്ട് ദിക്റാണ് ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിലയേറിയ കമൻറ്റുകൾ, വസിയത്തുകൾ ഒക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തണമെന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെയൊക്കെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരുപാട് വേദനകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് സെക്ഷനുകൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ മജ്‌ലിസിലും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള വളരെ പുണ്യങ്ങളിൽ പുണ്യം നിറഞ്ഞതായിട്ടുള്ള ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവർ, അതിനു മുമ്പായിട്ട് വളരെ പരിശുദ്ധവും പരിപാവനവും നിറഞ്ഞ ഒരു മാസത്തിലാണ് ഞാൻ നിങ്ങളിപ്പോൾ നിലകൊള്ളുന്നത്. ഏതാണ് മാസം? പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വലിൻ്റെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകാൻ കാരണമാകുന്ന, ഈ ലോകത്ത് തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവി കൊണ്ട് പുളകിതമായിട്ടുള്ള പുണ്യമാസമാണ് റബീഉൽ വസന്തം. ഈ മാസം ധാരാളം സ്വലാത്തുകൾ ചെല്ലുക, ധാരാളം ഇബാദത്തുകൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇക്കൂട്ടത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. ഏതാണ് ആ ദിക്ർ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഏതാണ് ദിക്ർ? ടെൻഷനുകൾ മാറാൻ, വിഷമങ്ങൾ നീങ്ങാൻ, എല്ലാ തരത്തിലുമുള്ള ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ദിക്ർ ഇതാണ്. 7 മറാത്തിൻ, 7 പ്രാവശ്യം ദിവസവും പാരായണം ചെയ്യാം. എന്നാൽ ലഭിക്കുന്ന ഗുണം എന്താ? കഫാഹുല്ലാഹു, അല്ലാഹു മതിയായവനാണ്. മാ അഹമ്മഹു മിൻ ഉമൂരി ദുനിയ വൽ ആഖിറ, ആ മനുഷ്യൻ്റെ, ആ ഓതിയതായ മനുഷ്യൻ്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും, ഈ ലോകത്തിലെയും പരലോകത്തിലെയും മുഴുവൻ കാര്യങ്ങളിലുമുള്ള ടെൻഷനുകൾ, അതിന് അള്ളാഹു മതിയായവനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുവരെ അള്ളാഹു നോക്കിക്കോളും. ആ വിഷമങ്ങൾ അള്ളാഹു പാടെ മാറ്റിത്തരുമെന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ടെൻഷൻ, മാനസിക വിഷമങ്ങൾ മാറാനുള്ള ആദ്യത്തെ ദിക്ർ എന്ന് പറയുന്നത് ഇതാണ്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം.
അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ദിക്ർ ഏതാണ്? നമ്മുടെ രോഗങ്ങൾ മാറാൻ, കുഷ്ഠരോഗമടക്കമുള്ള, വെള്ളപ്പാണ്ടിൻ്റെ രോഗങ്ങളടക്കമുള്ള, മാനസികമായ രോഗങ്ങളടക്കമുള്ള സർവ്വ മാനസിക വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരാൻ കാരണമാകുന്ന മറ്റൊരു ദിക്ർ ഇൻഷാ അല്ലാഹ് പഠിച്ചോളേ. മഹാനായ ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ഇഹ്യയിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അമ്മാലി ദുനിയാക ഫഇദാ സ്വല്ലൈതൽ ഗദാത, പുണ്യമാക്കപ്പെട്ട സുബഹി നമസ്കാരം നീ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫഖുൽ സലാസ മറാത്ത്, 3 പ്രാവശ്യം നീ പറയുക. 3 പ്രാവശ്യം നീ പറയണം. എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അങ്ങനെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. ഈ 3 കാര്യങ്ങൾ 3 പ്രാവശ്യം വെച്ച് പറയാം. ഈ ഒരു ദിക്ർ 3 പ്രാവശ്യം പറഞ്ഞാൽ അമിൻത മിനൽ ഗമ്മ്, പിന്നെ നിനക്ക് പേടിക്കണ്ട, നിനക്ക് നിർഭയനായിട്ട് കഴിയാം. എന്തിൽ നിന്ന്? മിനൽ ഗമ്മ്, മാനസിക പിരിമുറുക്കങ്ങൾ, മാനസിക വിഷമങ്ങൾ, മാനസിക ദുഃഖങ്ങൾ ഒക്കെയും അല്ലാഹു തആല മാറ്റിത്തരും. വൽ ജുദാമി വൽ ബറസ്, വെള്ളപ്പാണ്ടിൻ്റെ രോഗങ്ങൾ, കുഷ്ഠരോഗങ്ങൾ, അതുപോലെയുള്ള സർവ്വമാന രോഗങ്ങളും. പ്രിയപ്പെട്ടവരെ, ഏത് രോഗങ്ങൾക്കും ഇത്രയും വലിയ രോഗങ്ങൾ മാറുമെങ്കിൽ ചെറിയ ചെറിയ ശാരീരികമായ രോഗങ്ങൾ മാറാത്തതിൻ്റെ കാരണം എന്താ? അത് മാറും. പ്രിയപ്പെട്ടവരെ, ഈ പുണ്യമാക്കപ്പെട്ട ദിക്ർ ജീവിതത്തിൽ കൊണ്ടുവരിക. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹി നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമുക്കൊക്കെയും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ചൊല്ലുന്നത് കൊണ്ട് നമ്മൾ എന്തായിരിക്കണം മനസ്സിൽ നിയത്ത് വെക്കേണ്ടത്? അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ ദിക്റുകളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അത് മുഅ്മിനിന് ചേർന്ന സ്വഭാവമല്ല. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്നുള്ള ഏറ്റവും വലിയൊരു നിയത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുമ്പോഴാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത്. അത് കാരണമായിട്ട് അള്ളാഹു നല്ല റിസൾട്ട് നമുക്ക് നൽകുന്നത്. നമ്മൾ എന്തുദ്ദേശത്തോടു കൂടിയാണോ ഇത് ഓതുന്നത്, ആ ഉദ്ദേശം അള്ളാഹു സഫലമാക്കി തരണമല്ലോ. അപ്പോൾ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥതയോടുകൂടി ഓതുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും ജീവിതത്തിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് എന്നൊന്നും നിലനിർത്താൻ, ഇത് കാരണമായിട്ട് ദുനിയാവും ആഖിറവും വിജയിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം തുടങ്ങിയിരിക്കുകയാണ്. മൗലിദ് പാരായണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ജീവിതത്തിൽ അള്ളാഹു ഖൈറുകൾ തരാൻ ഇൻഷാ അല്ലാഹ് മൗലിദ് പാരായണങ്ങൾ എന്നെന്നും പതിവാക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ സന്തോഷമുള്ള, സമാധാനമുള്ള, സംതൃപ്തി നിറഞ്ഞ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് വിഷമമുണ്ടെങ്കിലും മൗലിദുകൾ മനസ്സിൽ കരുതി നിയ്യത്താക്കിയിട്ട് എന്ത് ചെയ്യുക? പാരായണം ചെയ്യുക. അള്ളാഹു അതിലൊക്കെയും പരിപൂർണമായ കാവൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. എന്ത് വിഷമമാണെങ്കിലും നമ്മുടെ കമൻറ്റ് സെക്ഷൻ അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വിഷമങ്ങൾ എഴുതി അങ്ങോട്ട് അറിയിക്കുക. ഉറപ്പായും എടുത്തു പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വിഷമങ്ങൾ എടുത്തു പറഞ്ഞ് ദുആ ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീകളിൽ, മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഇന്ന് പഠിച്ച 2 ദിക്റുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ദിക്ർ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഇതാണ് ഒന്നാമത്തെ ദിക്ർ. പിന്നെ പഠിച്ചത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്ർ കൂടി ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഒരുപാട് പേർക്ക് ദുആ ചെയ്യാൻ വസിയത്ത് നൽകിയിട്ടുണ്ട്. റബ്ബേ, കമന്റ് സെക്ഷനുകളിൽ വസിയത്ത് അറിയിച്ചിട്ടുണ്ടല്ല. അള്ളാഹു അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ല, ബറക്കത്ത് നൽകണേ അല്ല, സന്തോഷം നൽകണേ അല്ല, സമാധാനം നൽകണേ അല്ല, രോഗശമനം നൽകണേ അല്ല.